ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായി KSKTU പടിഞ്ഞാറൻ ജാഥ കുറവിലങ്ങാട് പര്യടനം നടത്തി. PM തങ്കപ്പന്റെ നേതൃത്വത്തിലുള്ള ജാഥയ്ക്ക് കുറവിലങ്ങാട് മരങ്ങാട്ടുപള്ളി മണ്ഡലത്തിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത്. KSKTU കാണക്കാരി, ഞീഴൂർ, കുറവലങ്ങാട് വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പടിഞ്ഞാറൻ ജാഥയ്ക്ക് കുറവലങ്ങാട്ട് സ്വീകരണം നൽകിയത്. വൈക്കത്ത് നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് കുറവലങ്ങാടിനൊപ്പം മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രദേശത്തും വലിയ സ്വീകരണം നൽകി. KSKTU ജില്ലാ സെക്രട്ടറി PM തങ്കപ്പൻ ജാഥ ക്യാപ്റ്റനായാണ് വാഹന പ്രചരണ ജാഥ നടക്കുന്നത്. KSKTU നടത്തുന്ന ദേശീയ പ്രക്ഷോഭ പരിപാടിയുടെ മുന്നോടിയായിട്ടാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. കർഷക തൊഴിലാളികൾക്ക് മുന്നേറ്റം നടത്താൻ കഴിയും വിധം ദേശീയ നയം പ്രഖ്യാപിക്കുക, കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുക, ഭക്ഷ്യസുരക്ഷാ പദ്ധതി കാര്യക്ഷമമായി കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക, ആദിവാസികളോടും ഹരിജനങ്ങളോടുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിലപാടുകളിൽ തിരുത്തൽ വരുത്തുക, നീർത്തട സംരക്ഷണ നിയമം കർശനമായി പാലിക്കുക, കുടിവെള്ള സ്രോതസ്സുകളടക്കം നശിപ്പിക്കപ്പെടുന്ന നിലപാടിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. കുറവലങ്ങാട്ട് നൽകിയ സ്വീകരണത്തിൽ PM ദിവാകരൻ, VK തങ്കപ്പൻ, DK ശശി, CV മാത്യു, KV അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ സമരം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത ഒരു സമരമാണ്. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത സമരത്തിന് ഉയർത്തുന്ന മുദ്രാവാക്യം 50 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കർഷക തൊഴിലാളികൾ ഉയർത്തിയ മുദ്രാവാക്യം. സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി കുഴവൂർ ലാലം ബ്ലോക്ക് പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കായി പരിശീലനം നൽകി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സംയോജിത നീർത്തട വികസന പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഉഴവൂർ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പരിശീലനം നൽകിയത്. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന രാമപുരം, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തുകളിലും ലാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കരൂർ, കടനാട് ഗ്രാമപഞ്ചായത്തുകളിലെ ചാലിൽത്തോട്, പുതുവേലിത്തോട്, കരിയിലത്തോട്, കുറിഞ്ഞി പ്രദേശം, ആശ്രമം, വലരിത്തോട്, താമരക്കാട്, പെരുംതൊട്ടിത്തോട്, താമരക്കാട്, പെരുന്തട്ടിത്തോട് രണ്ടാം ഭാഗം എന്നീ 7 നീർത്തട പ്രദേശങ്ങളാണ് സംയോജിത നീർത്തട വികസന പദ്ധതി പ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടാണ് നീർത്തട പ്രദേശങ്ങളിൽപ്പെട്ട ത്രിതല ജനപ്രതിനിധികളുടെ യോഗം ചേർന്നത്. യോഗത്തിൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനിയമ്മ ജോസ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MM തോമസ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി പ്രദേശത്ത് വരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബിജു പുന്നത്താനം, സജി മഞ്ഞക്കടമ്പിൽ, രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി പീറ്റർ, വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ നായർ, കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ തറപ്പിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സെല്ലി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വികസന സമിതി നിവേദനവുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചു. കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് കുറുപ്പന്തറ വികസന സമിതി നേതാക്കൾ മുഖ്യമന്ത്രിക്കും ജോസ് കെ മാണി MPക്കും റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും നിവേദനം നൽകി. 1952 ആരംഭിച്ച കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനിൽ 2 പാസഞ്ചർ ട്രെയിനുകളും മെമുവും മാത്രമേ നിർത്തുന്നുള്ളൂ. വൻ വികസന സാധ്യതയുള്ള കുറുപ്പന്തറ സ്റ്റേഷൻ ആദർശ് സ്റ്റേഷനായി ഉയർത്തിയെങ്കിലും എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാതെ തടയപ്പെട്ടിരിക്കുകയാണെന്ന് കുറുപ്പന്തറ വികസന സമിതി നേതാക്കൾ ആരോപിക്കുന്നു. മലയൂർ ക്ഷേത്രത്തിലേക്കും ആദിത്യപുരം ക്ഷേത്രത്തിലേക്കും ദർശനത്തിനെത്തുന്നവർ ഇപ്പോൾ കോട്ടയത്തും എറണാകുളത്തും ട്രെയിൻ ഇറങ്ങിയാണ് എത്തുന്നത്. വേണാട് എക്സ്പ്രസ്, പരശുറാം എന്നീ തീവണ്ടികൾക്ക് കുറുപ്പന്തറയിൽ സ്റ്റോപ്പ് അനുവദിക്കുക, എല്ലാ എക്സ്പ്രസ് ട്രെയിനുകൾക്കും കുറുപ്പന്തറയിൽ റിസർവേഷൻ അനുവദിക്കുക, നിലമ്പൂർ, ഷൊർണൂർ, എറണാകുളം പാസഞ്ചർ കോട്ടയത്തേക്ക് നീട്ടുക, കോട്ടയം, എറണാകുളം, ഗുരുവായൂർ, എറണാകുളം പാസഞ്ചറുകൾ കോട്ടയം വരെ നീട്ടുക, കുറുപ്പന്തറ ആദർശ് സ്റ്റേഷനിൽ ATM കൗണ്ടർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിവേദനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് കുറുപ്പന്തറ വികസന സമിതി നേതാക്കളായ ജോമോൻ കുരുപ്പത്തടം, ഗിരീഷ് കുമാർ, ജോഷി അഗസ്റ്റിൻ, ജോബി സേവ്യർ, ജോമി കളപ്പുരയ്ക്കൽ, ജോസഫ് ചെറിയൽ എന്നിവർ പറഞ്ഞു. KCYM കുറവിലങ്ങാട് മേഖല വനിതാ ദിനാഘോഷവും ശില്പശാലയും ഞായറാഴ്ച മരങ്ങാട്ടുപള്ളിയിൽ നടക്കും. മേഖലാ വൈസ് പ്രസിഡന്റ് സോയ പാണ്ഡ്യമാക്കിൽ അധ്യക്ഷത വഹിക്കും. റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകുന്നേൽ ഉദ്ഘാടനം ചെയ്യും. മേഖലാ ഡയറക്ടർ ഫാദർ മാത്യു എണ്ണക്കാപ്പള്ളി ആമുഖ സന്ദേശം നൽകും. സിസ്റ്റർ വിൻസി, സിസ്റ്റർ മെർലിറ്റ് സാഗര നാരകത്തിങ്കൽ, ജ്യോതിസ് പുല്ലാട്ട് എന്നിവർ പ്രസംഗിക്കും. മേഖലാ പ്രസിഡന്റ് അരുൺ വട്ടത്തോട്ടത്തിൽ, യൂണിറ്റ് പ്രസിഡന്റ് ജിസൻ തടത്തിക്കുന്നൽ എന്നിവർ നേതൃത്വം നൽകും. പ്രൊഫസർ മിനി സെബാസ്റ്റ്യൻ ക്ലാസ് നയിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തടി കയറ്റാനെത്തിയ ക്രെയിൻ 5 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടം മാണികാവ് വട്ടിയന്തങ്ങൽ റോഡിൽ കുത്തനെയുള്ള ഇറക്കത്തിൽ. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി മരങ്ങാട്ടുപള്ളിയിൽ നെൽകൃഷിക്ക് കളമൊരുങ്ങുന്നു. ഡിവൈഎഫ്ഐ ഫ്രീഡം പരേഡ് പ്രചാരണ പദയാത്രയ്ക്ക് കുറവലങ്ങാട് മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. താലൂക്ക് ഓഫീസ് മാർച്ചിന് മുന്നോടിയായി വാഹന പ്രചാരണവുമായി CPI. സംസ്ഥാനത്ത് CPM നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് കുറവലങ്ങാട് മണ്ഡല കമ്മിറ്റി പ്രകടനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.